ചൂടുകാലാവുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ പൊന്നോമനങ്ങളെ ഗ്രൂമിംഗ് പാർലറിൽ കൊണ്ടുപോയിട്ട് സീറോ ട്രിമ്മിങ്ങിനെ നോക്കുന്നവരാണോ? എന്നാൽ നിങ്ങൾക്കുള്ളവർക്കാണ് ഈ വീഡിയോ. ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ ഡോഗുകളെ ഒരിക്കലും സീറോ ട്രിം ചെയ്യരുത്. സീറോ ട്രിം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രോബ്ലംസും കാര്യങ്ങളും ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക്. സീറോ ട്രിം ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ഇവരുടെ നോർമലി നാച്ചുറലായിട്ട് വരുന്ന ഈ ഹെയർ കോട്ടിന്റെ കുറച്ച് ഗുണങ്ങളൊക്കെ ഉണ്ട്, അത് മൊത്തത്തിൽ നമ്മൾ നശിപ്പിക്കുകയാണ്. രണ്ടാമത് സീറോ ട്രിം ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് ഈ ചൂട് കാര്യങ്ങൾ താങ്ങാൻ പറ്റുന്നുണ്ട്, ഹീറ്റ് സ്ട്രോക്ക് അങ്ങനെ പല കാര്യങ്ങൾക്കും മാറി ഡെത്ത് വരാനുള്ള ചാൻസും കൂടിയുണ്ട്. മൂന്നാമത് സ്കിൻ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ വളരാനായിട്ട് ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇനി നിങ്ങൾ സീറോ ട്രിം ഈ ചൂടുകാലാകുമ്പോൾ ഷെഡിങ് കൂടുതലാണ്, നന്നായിട്ട് ചട പിടിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളിപ്പോൾ കാണിച്ചു തരാം. ഇവന്റെ ഗ്രൂമിങ് നമ്മളിപ്പോൾ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിൽ നമ്മൾ കാണിച്ചു തരുന്ന ഒരു സൈസ് ഉണ്ട്. ആ ഒരു സൈസിൽ നിങ്ങൾക്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്റെ ഹെയർ ഉണ്ടാവും, അതേപോലെ തന്നെ ചൂടും കാര്യങ്ങളും ഒക്കെ താങ്ങാനും പറ്റും. ഹീറ്റ് സ്ട്രോക്ക് പോലത്തെ അങ്ങനത്തെ ഒരു തരത്തിലുള്ള അസുഖങ്ങളോ സ്കിൻ ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും വരില്ല. അപ്പോൾ നമുക്ക് ഇനി ഇവന്റെ ഗ്രൂമിങ് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോ നമ്മുടെ ആളുടെ ഗ്രൂമിങ് കഴിഞ്ഞു. ഇവിടെ കസ്റ്റമർ വന്നത് നിങ്ങൾ പറഞ്ഞത് സീറോ അടിക്കാൻ പറഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു സീറോ അടിക്കരുത്. അപ്പോൾ നമ്മളിതേ കണ്ടോ, നിങ്ങളുടെ അടുത്ത് വന്ന് ഈ ഹെയറിന്റെ ഒരു ഇതൊക്കെ കണ്ടോ, ലെങ്ത് എന്തോരം ഹെയർ ഇപ്പൊ ദേഹത്തുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് ഈ കാണാനോ. അറ്റ്ലീസ്റ്റ് ഈ ഒരു വേനൽക്കാലം ചൂടുകാലമൊക്കെ ആവുമ്പോൾ ഇത്രയെങ്കിലും ഹെയർ വെക്കാനായിട്ട് ശ്രമിക്കുക. എനിക്കറിയാം ഈ സമയമൊക്കെ ആവുമ്പോൾ ഷെഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഷിപ്സ് പോലത്തെ ബ്രീഡിന് നമുക്ക് ഷെഡിങ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഉണ്ടാകും. പിന്നെ ലാബ് പോലത്തെ ബ്രീഡ്, ബീഗിൾ പോലത്തെ ബ്രീഡുകളൊക്കെ ആകുമ്പോൾ ഒരിക്കലും നിങ്ങൾ സീറോ അടിക്കരുത്. അത് മെയിനായിട്ട് നമുക്ക് അവരുടെ ഡീ ഷെഡിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് നന്നായി ബ്രഷിങ് കാര്യങ്ങളൊക്കെ ചെയ്യുക. അവർക്ക് സീറോ അടിച്ചു കഴിഞ്ഞാൽ അവർക്ക് തീരെ താങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം അവർക്ക് ഇപ്പോൾ നമ്മൾ ഈ ചെയ്തിട്ടുള്ള പോലത്തെ ഹെയർ ആണ് അവർക്കും ഉണ്ടാവുള്ളൂ. ഈ ഒരു മാക്സിമം ഹെയർ ലാബ്, റോട്ട് വീലർ, ഷിറ്റ്സു അങ്ങനത്തെ ഒക്കെ വരുന്ന ബ്രീഡുകൾക്ക്. പിന്നെ നിങ്ങൾക്ക് ഇതേപോലെ ഇനി നിങ്ങളുടെ ഡോഗ്സിനെയൊക്കെ ഇതേപോലെ ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ മതി. പെറ്റ് ഫോക്കസ് ദ പ്രൊഫഷണൽ പെറ്റ് ഗ്രൂമിംഗ് സ്റ്റുഡിയോ എന്നാണ് നമ്മുടെ സ്ഥാപനത്തിന്റെ പേര്. ആൻഡ് ഇത് ലൊക്കേറ്റ് ചെയ്ത് നോക്കുന്നത് തൃശ്ശൂരാണ്. താങ്ക് യു.